ലൈഫ് പദ്ധതി നിർത്തലാക്കാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വീടില്ലാത്ത മനുഷ്യരുടെ സ്വപ്നങ്ങൾ തച്ചു തകർക്കുന്ന നടപടിയാണ് UDF സർക്കാർ സ്വീകരിക്കുന്നത്. തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം ഉയരുമെന്നും CPIM മുന്നറിയിപ്പ് നൽകി. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, അങ്ങനെ ലൈഫ് പദ്ധതി നിർത്തലാക്കാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ CPIM തന്നെ രംഗത്തു വരുന്നു. പ്രക്ഷോഭം തന്നെ നടത്തുമെന്നാണ് പറയുന്നത്, അല്ലേ? റോഷ്നി, പുതിയ സർക്കാർ അധികാരമേറ്റെടുത്ത പശ്ചാത്തലത്തിൽ ലൈഫ് പദ്ധതിയുടെ നിലവിലുള്ള മാനദണ്ഡം പൊളിച്ചെഴുതാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. അതല്ലാതെ CPIM ഇന്ന് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതുപോലെ ആ പദ്ധതി നിർത്തലാക്കും എന്ന നിലപാട് സ്വീകരിച്ചതായി അറിയില്ല. എങ്കിൽ പോലും അതിനകത്ത് നിലവിലുള്ള മാനദണ്ഡം മാറ്റുന്നതും CPIM അംഗീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്നു ലൈഫ് പദ്ധതി. ആ പദ്ധതി അടിമുടി പൊളിച്ചു മാറ്റാനുള്ള ഒരു തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടുത്തിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന സർക്കാരിനാണ് ലൈഫ് പദ്ധതികളിൽ ഗുണഭോക്താക്കളെയൊക്കെ തീരുമാനിക്കുക. ഇനി അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്രാമസഭകൾ വഴി ഗുണഭോക്താക്കളെ തീരുമാനിക്കുകയും പദ്ധതി നടപ്പിലാക്കാനുള്ള അധികാരം ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകാനുമുള്ള ഒരു നീക്കമാണ്. അത്തരമൊരു പൊളിച്ചെഴുത്തിലേക്കാണ് തദ്ദേശ വകുപ്പ് കടന്നിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് CPIMന്റെ വിമർശനം. പദ്ധതി നിർത്തലാക്കുകയാണെങ്കിൽ ജനകീയ പ്രതിഷേധവുമായി CPIM മുന്നിട്ടിറങ്ങും എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നുണ്ട്. റഹീസ്, ഇതിപ്പോൾ എന്തായാലും ഈ വിമർശനമാണ് ഉയരുന്നത്. കടുത്ത വിമർശനം തന്നെയാണോ ഉണ്ടായിട്ടുള്ളത്? CPIMനെ സംബന്ധിച്ച് അവരുടെ ആ സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതി 5 ലക്ഷം പേർക്ക് വീട് കൊടുത്ത ഒരു പദ്ധതി. ആ പദ്ധതി സ്വാഭാവികമായും UDF സർക്കാർ വരുമ്പോൾ ചില മാറ്റങ്ങൾ അതിൽ വരുത്തും എന്ന് അവർ കരുതിയിരുന്നു. പക്ഷേ ആ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കുന്നു എന്നതാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ്. ഒരുപക്ഷെ അത് സംബന്ധിച്ച വിവരങ്ങൾ CPIMന് കൂടി ലഭിച്ച ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊക്കെ ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം. എന്ന് മാത്രമല്ല, ആ വാർത്താക്കുറിപ്പിൽ മറ്റൊരു കാര്യം പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ വിവിധ മിഷനുകളുണ്ട്. ഇപ്പോൾ ആർദ്ര കേരളം മിഷൻ, ആരോഗ്യ മേഖലയിലെ പല മിഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിരവധി മിഷനുകൾ കേന്ദ്രീകരിച്ച് അവസാന ഘട്ടത്തിൽ ചില പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. ആ മിഷനുകളെല്ലാം പൊളിച്ചെഴുതാനുള്ള ഒരു തീരുമാനം UDF എടുത്തു എന്ന് മനസ്സിലാക്കുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ പദ്ധതി, ആ പദ്ധതി കഴിഞ്ഞ സർക്കാരിന്റേതാണ് എന്ന് പറഞ്ഞ് അത് മാറ്റുന്നത് ശരിയല്ല എന്നതാണ് CPIMന്റെ നിലപാട്. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.